ലോകേഷ് കനകരാജ് തമിഴ് സിനിമക്ക് പരിചയപ്പെടുത്തിയ സിനിമാറ്റിക് യൂണിവേഴ്സാണ് LCU. ഖൈദി എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളെ വിക്രം എന്ന സിനിമയിലേക്കെത്തിച്ചത് പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവമായിരുന്നു. വിജയ് നായകനായ ലിയോയും ഈ യൂണിവേഴ്സിൽ ഉൾപ്പെടുത്തിയതോടെ തമിഴ് സിനിമ കണ്ട ഏറ്റവും വലിയ യൂണിവേഴ്സായി LCU മാറി. ലിയോക്ക് ശേഷം ലോകേഷ് ഒരുക്കുന്ന അടുത്ത LCU ചിത്രമാണ് ഖൈദി 2. 2019-ൽ പുറത്തിറങ്ങിയ ഖൈദിയുടെ തുടർച്ചയായാണ് ചിത്രം ഒരുങ്ങുന്നത്. LCUവിലെ ഏറ്റവും ശക്തനായ കഥാപാത്രമായാണ് പലരും ഖൈദിയിലെ നായകനായ ദില്ലിയെ കണക്കാക്കുന്നത്. ആദ്യഭാഗത്തിൽ കാണിക്കാത്ത ദില്ലിയുടെ ഫ്ലാഷ്ബാക്ക് രണ്ടാം ഭാഗത്തിലുണ്ടാകുമെന്നാണ് കരുതുന്നത്. LCUവിലെ പല കഥാപാത്രങ്ങളും ഖൈദി 2-വിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ലോകേഷ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദില്ലി റോളക്സ് പേസ് ഓഫ് സീനും ഖൈദി 2-വിന്റെ പ്രധാന ആകർഷണമാണ്. ഇരുവരും നേർക്കുനേർ വരുന്ന സീൻ തിയേറ്റർ പൂരപ്പറമ്പാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കമൽ ഹാസൻ അവതരിപ്പിച്ച വിക്രം, ഫഹദിന്റെ അമർ, നരേൻ അവതരിപ്പിച്ച ബിജോയ് എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാകുമെന്ന് ഉറപ്പായി. എന്നാൽ ഇതിനേക്കാളേറെ സിനിമാപ്രേമികളെ ഞെട്ടിച്ചത് മറ്റൊരു താരത്തിന്റെ സാന്നിധ്യമാണ്. തെന്നിന്ത്യൻ സൂപ്പർ താരം അനുഷ്ക ഷെട്ടിയും ഖൈദി 2-വിൽ ഉണ്ടായേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ശക്തമായ കഥാപാത്രമാകും താരം ചിത്രത്തിൽ അവതരിപ്പിക്കുകയെന്ന് കേൾക്കുന്നു. രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം സിനിമാജീവിതത്തിൽ നിന്ന് ഇടവേളയെടുക്കുന്നതിനാൽ വിജയ് ഖൈദി 2-വിന്റെ ഭാഗമായേക്കില്ലെന്നും കേൾക്കുന്നുണ്ട്. എന്നാൽ ലോകേഷ് ഒരുക്കുന്ന മറ്റ് സർപ്രൈസുകൾ എന്തെല്ലാമായിരിക്കുമെന്ന് ആർക്കും ധാരണയില്ല. ഈ വർഷം അവസാനത്തോടെ ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിക്കുമെന്ന് നിർമ്മാതാവ് SR പ്രഭു അറിയിച്ചിരുന്നു. ലോകേഷ് നിർമ്മിക്കുന്ന ബെൻസ് എന്ന ചിത്രവും LCUവിന്റെ ഭാഗമാണ്. റെമോ, സുൽത്താൻ എന്നീ സിനിമകൾക്ക് ശേഷം ഭാഗ്യരാജ് കണ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രാഘവ ലോറൻസാണ് നായകൻ. മലയാളികളുടെ സ്വന്തം നിവിൻ പോളിയാണ് ബെൻസിന്റെ വില്ലനായി എത്തുന്നത്. താരത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ചർച്ച